ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫാൻ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആനകളോടുള്ള ഫാൻ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. നിലമ്പൂരിൽ നിന്ന് നിരവധി പേർ ഇവിടെ എത്തി കാണുന്നു. ചിലർ നേരത്തെ തന്നെ വരുന്നു. എൻ്റെ 1-2 സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നു. ഇത്തരത്തിൽ എല്ലാവരും തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ളവർ, തൃശ്ശൂരിലുള്ളവർ, അവരൊക്കെ തന്നെ നേരത്തെ വന്നും പോയും ഒക്കെ ഈ പരിപാടി ഉഷാറാക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്തായാലും നാട്ടാനകളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണല്ലോ. അപ്പോൾ രാമചന്ദ്രനൊക്കെ ഇന്നത്തെ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ടോ? നേരത്തെ ലഭിച്ച അറിയിപ്പ് പ്രകാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്നത്തെ ആനയൂട്ടിൽ പങ്കെടുക്കുന്നില്ല. അത് ഇവിടെ കണ്ട ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഊഹിച്ചും മനസ്സിലാക്കാം. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനയൂട്ടിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇതിലധികം തിരക്ക് സാധാരണ തൃശ്ശൂരിൽ വരാറുണ്ട് എന്നുള്ളതാണ്. ഒരു പൂരത്തിനുള്ള തിരക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനയ്ക്ക് മാത്രമായി തന്നെ ഇവിടെ എത്താറുണ്ട്. അത്രയധികം ആരാധകരുള്ള, ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്ന് വരുന്നുണ്ട് എന്ന് അറിയിപ്പില്ല. മറ്റു ആനകളുടെ പേര് പലപ്പോഴും നമ്മളോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. നമ്മളോടൊപ്പം ഈ ക്ഷേത്ര പ്രതിനിധിയുണ്ട് അദ്ദേഹത്തോട് കാര്യം. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇന്ന് പങ്കെടുക്കുന്നില്ല? ഇല്ല, ഇന്ന് പങ്കെടുക്കുന്നില്ല. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇല്ല. എറണാകുളം ശിവകുമാർ, പാറന്നൂർ നന്ദൻ, ഗുരുവായൂർ ആനകൾ, അതേമാതിരി പാറമേക്കാവ് കാശിനാഥൻ, കുട്ടംകുളങ്ങര അർജുനൻ, അതേമാതിരി ശങ്കരകുളങ്ങര ഉദയൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാ ഡെസ്ക് ആങ്കർ ചോദിക്കായിരുന്നു തെച്ചിക്കോട്ടുകാവ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി തെച്ചിക്കോട്ടുകാവ് ആദ്യം വന്നിരുന്നു, വർഷങ്ങളിൽ വന്നിരുന്നു. ഇപ്പോൾ അതിനുള്ള അത് ഈ പ്രാവശ്യം വന്നിട്ടില്ല. അതിന് പ്രത്യേക അനുമതിയുടെ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ ആന എനിക്ക് വേണം നീരിൽ കെട്ടിയിട്ടുണ്ടാവും, ആന നീര് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആന ഉണ്ടെങ്കിൽ തിരക്കതിനിരട്ടി ആനല്ലേ. തീർച്ചയായിട്ടും തെച്ചിക്കോട്ടുകാവിന് ഭയങ്കര ആരാധകരല്ലേ. എന്നുവെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. അപ്പോൾ ആനയുടെ ഫാൻസ് തന്നെ അത്രത്തോളം അധികം ഉണ്ട്. അത് തൃശ്ശൂർ പൂരത്തിന് ആന വരുമ്പോൾ കാണാം. ആ ആനയുടെ പിന്നാലെ 10,000-കണക്കിന് ജനങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മളെ പൂരത്തിന് തന്നെ പൂര വിളംബരമുണ്ട്. തെക്കോട്ടേക്ക് ഇറങ്ങണ അത് തെച്ചുകോട്ട് രാമേന്ദ്രൻ വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ ജനങ്ങൾ ഇതാണ്. ആന വേറൊരു ആന വരുന്നുണ്ട്. ദിവ്യ, പാറന്നൂർ നന്ദനാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആലോചിച്ച് നോക്കും, ഒരു ക്ഷേത്രാങ്കണം മുഴുവൻ ആനകൾ വന്നും പോയും ഇരിക്കുന്ന കാഴ്ച. പുതിയ ആനകൾ ഇവിടെ വരും, അണിനിരക്കും. അവ 5 ആനകളായി മറുഭാഗത്തേക്ക് പോയി ഗജപൂജയിൽ പങ്കെടുക്കും. അവിടെ നിന്ന് കാണാം മറ്റ് 2 ആനകൾ കൂടി ഇങ്ങോട്ട് നടന്നു വരുന്നത് കാണാം. ഇവിടെ വന്ന് അണിനിരുന്നതിന് ശേഷം 5 ആനകളായി മറുഭാഗത്ത് നടക്കുന്ന ഗജപൂജയിലേക്ക് പോകും. വടക്കുംനാഥ ക്ഷേത്ര സന്നിധി അവിടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ തന്നെയാണോ ഏറ്റവും കൂടുതലും പങ്കെടുക്കാറുള്ളത്, അതോ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആനകൾ എത്താറില്ലേ? ദിവ്യ, വടക്കുംനാഥനിലെ ആനയൂട്ട് വളരെ പ്രസിദ്ധമാണ്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മാത്രമല്ല, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ പ്രധാനപ്പെട്ട ഒരു ആനയാണ്. എറണാകുളം ശിവകുമാറാണ് സമീപകാലങ്ങളിലൊക്കെ തന്നെ തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുര നട തുറന്ന് കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ശിവകുമാറിനെ കൂടാതെ കൊച്ചിൻ ബോർഡിന്റെ ആനകൾ കൂടാതെ ഗുരുവായൂർ ആനക്കോട്ടയിലെ പ്രധാനപ്പെട്ട ആനകൾ, മറ്റ് ആന ഉടമകൾ ഇവിടെ കൊണ്ടുവരുന്ന ആനകൾ, തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളുടെ ആനകൾ, അതുപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്ര സമിതി ക്ഷണിക്കുന്ന ആനകൾ, ഇങ്ങനെ പല ആനകൾ ഇവിടെ വരാറുണ്ട്. ഒരു ദേവസ്വത്തിന് മാത്രമോ ഒരു പ്രദേശത്തിന് മാത്രമോ ഒതുങ്ങി നിൽക്കുന്നതല്ല ആനകളുടെ പങ്കാളിത്തം. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകൾ ഇത്തരത്തിൽ ഇവിടെ വരാറുണ്ട്. എന്തായാലും ഗജപൂജ